ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്ക് ട്രെയിനിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ രാത്രി 10:30 ആയിട്ടുണ്ട്. ഞാനിപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് കുറച്ച് നമ്മൾ നിഫ്റ്റി ഓപ്ഷൻസിലെല്ലാം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഓപ്ഷൻ സെല്ലിംഗ് എല്ലാം വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ സെയിം ഡേ തന്നെ ഇത് നൈറ്റ് ടൈമാണ്. അപ്പോൾ നൈറ്റും ഞാനിപ്പോൾ ട്രേഡ് ചെയ്യാണ്. ഇതിന് റീസൺ ആക്ച്വലി ഒരു അലേർട്ട് വന്നുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ട്രേഡിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാത്രി ഞാൻ മൊബൈലിൽ ഒരു അലേർട്ട് കണ്ടു, നമ്മുടെ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ഒരു പ്രൈസ് പോയിന്റിൽ ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അലേർട്ട് വെച്ചത് ഞാൻ തന്നെയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്രൈസ് റിയാക്ഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയയിൽ ഒരു അലേർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നൊരു ഏരിയ ആണ്. സോ ആ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് ചെയ്തു. ഇന്നിപ്പോൾ ഒരു 6,800 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 ലോട്ടാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 ലോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ സ്കാൽപ്പ് ആയതുകൊണ്ട് ബാക്കി 9 ലോട്ട്സ് വിറ്റ് ഇപ്പോൾ ഒരു 1 ലോട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇത് 1 ലോട്ട് ഹോൾഡ് ചെയ്യാം, കാരണം 1 ലോട്ടേ ഉള്ളൂ. ഞാൻ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി ഈ ഒരു പ്രൈസ് പോയിൻ്റ് ബിലോ ആണ് വെച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കയറ്റി വയ്ക്കാം, കാരണം നല്ലൊരു റിയാക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. സോ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ലെവൽ, അതായത് ഇപ്പോൾ ഹോൾഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയന് എബോവ് നമുക്കൊരു ഇംബാലൻസ് റീജിയൻ വരുന്നുണ്ട്. മേ ബി പ്രൈസ് ആ ഒരു റീജിയനിലേക്ക് എത്താനും നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. സോ 1 ലോട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും വലിയൊരു എമൗണ്ട് വ്യത്യാസം വരുന്നില്ല. നിയർലി നമുക്കൊരു 6,000 എന്തായാലും പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു അലേർട്ട് സെറ്റ് ചെയ്ത സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇത് പറയാൻ കാരണം, ഈ ഒരു ലെവലിൽ നിങ്ങൾ ഇതുപോലെ അലേർട്ട് വെച്ച് നിങ്ങൾക്ക് ഞാൻ ആ ഒരു അലേർട്ട് വച്ച ഒരു ഏരിയ കാണിച്ചു തരാം. അവിടെ നല്ല രീതിയിൽ റിയാക്ഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ലോങ് വിക്സ് വരുന്നുണ്ട്. കാരണം ഓർഡേഴ്സ് എല്ലാം എടുത്തിട്ട് പ്രൈസ് മുകളിലോട്ട് പോകുന്നതാണ്. ഏറ്റവും കൂടുതൽ അങ്ങനെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന ഒരു റീജിയൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സ്കാൽപ്പിംഗ് ട്രേഡ്സ് എടുക്കാവുന്നതാണ്. ഓക്കെ, പ്രൈസ് ഇപ്പോൾ കുറച്ച് താഴോട്ട് വരുന്നുണ്ട്. ഞാനപ്പോൾ ഇത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ തന്നെ, അതായത് 6,000 പ്രോഫിറ്റിൽ തന്നെ ഞാനിത് എക്സിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡിൽ നിന്ന് ഇപ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയയിൽ തന്നെ സ്കാൽപ്പിംഗ് ട്രേഡ് എടുത്തു എന്ന് പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുൻപത്തെ ഈ ഒരു ചാർട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ ഗോൾഡ് ഒരു അപ്പ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ഫോൾ വരുന്നു. അതിനുശേഷം താഴെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം കവറപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ താഴോട്ട് ഗോൾഡ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ആ ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇവിടെയാണ് ആ ഒരു ഏരിയ വരുന്നത്. ഈ ഒരു സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ജസ്റ്റ് ഒരു ക്യാൻഡിൽ വഴി ഈ ഒരു സെക്ഷൻ മൊത്തം കവർ ചെയ്യുന്നത്. അതായത് ഇതിന് ഇംബാലൻസ് എന്നാണ് ആക്ച്വലി പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സെക്ഷൻ നിങ്ങൾ നോക്കുക. ഈ ഒരു സെക്ഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ആക്ച്വലി ട്രേഡ്സ് ഒന്നും നടന്നിട്ടില്ല. ഇവിടെ പ്യുവർ നമ്മുടെ ബയേഴ്സിൻ്റെ ഡോമിനൻസ് ആണ് കണ്ടിട്ടുള്ളത്. അതായത് ട്രേഡിംഗ് ആക്ടിവിറ്റി ഒന്നും നടക്കാതെ തന്നെ പ്രൈസ് ഒറ്റയടിക്ക് പുഷ് ചെയ്ത് അവർ മുകളിലോട്ട് പോയി. അതിനുശേഷം ഇവിടെ നമുക്ക് സെല്ലേഴ്സ് ഒരുപാടുണ്ട്. പിന്നെ കുറേ പേര് പിന്നീട് നടന്നിട്ടുള്ള ആ ഒരു പ്രൈസ് ആക്ഷനിൽ കുറേ പേര് സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് നല്ലൊരു പ്രൈസ് പോയിൻ്റ് ഏരിയ ആണ്. ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. സോ ഈ ഒരു ഏരിയയിലേക്കാണ് ആക്ച്വലി പിന്നീട് പ്രൈസ് എത്തിയപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ലോങ് വിക്സ് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ലോങ് വിക്സ് ഫോം ചെയ്തെന്ന് വെച്ചാൽ അവിടുത്തെ ഓർഡേഴ്സ് എല്ലാം അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ഒരു പുഷ് മുകളിലോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ ആക്ച്വലി ട്രിഗർ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ട്രിഗർ ആയപ്പോൾ തന്നെ ഞാൻ ദന്നിൻ്റെ ആപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് കണ്ടത്. പിന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഞാൻ ട്രേഡ് എടുത്തു, 10 ലോട്ട്സ് എടുത്തു. കാരണം നല്ലൊരു പ്രൈസ് പോയിൻ്റ് ഏരിയ ആണ്, അവിടെ വെച്ച് നല്ല പുഷ് വരുന്ന അറിയാം. ആ ഒരു പുഷിൽ തന്നെ എക്സിറ്റ് ചെയ്യാനാണ് നിന്നത്. അപ്പോൾ ഞാൻ 1 ലോട്ട് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി 9 ലോട്ട്സ് ഞാൻ സെല്ല് ചെയ്തു. സോ ആ ഒരു പുഷിലാണ് നമുക്ക് ഈ ഒരു 6,000 പ്രോഫിറ്റ് കിട്ടിയത്. സോ ഇങ്ങനെയുള്ള ഏരിയാസ് ആക്ച്വലി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡിങ്ങിന് ബെസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റയടിക്കുള്ള ഒരു ക്യാൻഡിൽ നമുക്കിവിടെ നോക്കിയാലാണ്, ഇവിടേക്ക് ഓരോ ക്യാൻഡിൽസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽസിനെല്ലാം കവർ ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ക്യാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത്രയും ഏരിയ ട്രേഡ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. സോ ഈ ഏരിയയിൽ ഒരുപാട് ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസിനെ പുഷ് ചെയ്ത് അവിടെ എത്തിയപ്പോൾ ഓർഡേഴ്സ് എല്ലാം അബ്സോർബ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇത് മുകളിലോട്ട് പോയത്. സോ ഇതുപോലെ തന്നെ ഫോം ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് അധികം ട്രേഡ്സ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. സോ ഇവിടെ പ്രൈസിനെ പുഷ് ചെയ്തിട്ട് ഇവിടുത്തെ ഓർഡേഴ്സ് അബ്സർവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. നിങ്ങൾ ഈ ഇംബാലൻസ് അതുപോലെ തന്നെ ഇൻഡ്യൂസ്മെൻറ്റ് ഇതിനൊക്കെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക്